കെ സരൺകുമാർ, CPIM-ഉം കോൺഗ്രസും അടക്കം 28 പാർട്ടികൾ ചേർന്ന മുന്നണിയാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണി ഉണ്ടാകാനുള്ള കാരണം BJP ഭരണഘടനാ വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നു. ഭരണഘടനയെയും രാജ്യത്തെയും സംരക്ഷിക്കാൻ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിൽക്കണം എന്ന താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. അങ്ങനെയുള്ള മുന്നണി ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും ചെയ്യുന്നത് പോലെ പരസ്പരം ചെളിവാരി എറിയേണ്ട കാര്യമുണ്ടോ? ഇവിടെ 28 കക്ഷികൾ ഒറ്റ മനസ്സോടെ ഒറ്റ മുന്നണിയായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. യോജിക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളിലും യോജിക്കണമെന്നും ഏറ്റെടുക്കാൻ കഴിയുന്ന പ്രക്ഷോഭങ്ങൾ ഒരേ മനസ്സോടെ യോജിപ്പോടുകൂടി ഏറ്റെടുക്കണമെന്ന് തീരുമാനിച്ച് നിരവധി വിഷയങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷേ 3 സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ബംഗാൾ, കേരളം, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി എന്ന രൂപത്തിലല്ല മത്സരിക്കുന്നത്. ഇത്തരത്തിലുള്ള കക്ഷികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ട്. ഇവിടെ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ, ഈ രാജ്യത്തെ ഒരു മതരാജ്യമാക്കി മാറ്റാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ട വച്ചുള്ള പ്രവർത്തനത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. ഏത് ഘട്ടത്തിലും ഈ നിലപാടിനെ അതിശക്തമായിട്ട് വിമർശിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം പാർലമെന്റിന്റെ അകത്തും പുറത്തും നടത്തുവാനും അതോടൊപ്പം തന്നെ നിയമ പോരാട്ടം നടത്തുവാനും എല്ലാം CPM നേതൃത്വം കൊടുത്തിട്ടുണ്ട്, ഇടതുപക്ഷം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത് ഈ തവണ ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ, അത് പൗരത്വ ഭേദഗതി നിയമമാവട്ടെ, ഇലക്ട്രൽ ബോണ്ട് ആകട്ടെ, പ്രാണപ്രതിഷ്ഠയുമായി ദേശീയ തലത്തിൽ CPM എന്ത് നിലപാടെടുക്കുന്നു, കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതല്ല. ഇപ്പൊ നോക്കൂ, തുടർച്ചയായ ദിവസങ്ങളിൽ കേരളത്തിലെ CPM മുഖ്യമന്ത്രി അടക്കം കോൺഗ്രസിനെ അക്കൗണ്ടബിൾ ആക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ CA വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു, നിങ്ങളുടെ മാനിഫെസ്റ്റോയിലെ COA എവിടെ, നിങ്ങൾ കോൺഗ്രസ്സുകാർ നാളെ BJP ആവും, ഇങ്ങനെ കോൺഗ്രസിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു. BJP-യിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത നയസമീപനമാണ് നിങ്ങൾക്ക് എന്ന് ആക്ഷേപിക്കുന്നു. അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കുമ്പോൾ തിരിച്ച് മറ്റ് മുഖ്യമന്ത്രിമാർക്ക് ഇല്ലാത്തത് എന്താണ് പിണറായി വിജയൻ ഉള്ളത്, എന്ത് പ്രത്യേകതയാണുള്ളത് എന്ന് അവരെങ്ങോട്ടും ചോദിക്കുന്നു. അപ്പോൾ ഇതൊരുമാതിരി ചക്കളത്തി പോരാട്ടമായി ഇങ്ങനെ മുന്നോട്ട് പോകണം. പരസ്പരം മത്സരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായും പരസ്പരം മത്സരിക്കേണ്ടി വരും. പക്ഷേ ദേശീയ തലത്തിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിലപാടുകളെ തന്നെ റദ്ദാക്കിക്കളയും വിധമുള്ള ഇവിടുത്തെ ഈ വാക്പോര്, ഈ ചെളിവാരി എറിയൽ എന്തിനാണ്? മിസ്റ്റർ അഭിലാഷ്, ഞാൻ അതിലേക്കാണ് വന്നത്. താങ്കൾ ഇടപെട്ടതാണ്. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വസ്തുതാപരമാണ്. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അനുസരിച്ചുകൊണ്ട് ഭാവിയിൽ നിലപാട് തിരുത്തേണ്ടി വന്ന സാഹചര്യം കോൺഗ്രസിന് പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാഷ്ട്രത്തിന് മതമില്ല എന്നും ഭരണാധികാരികൾക്ക് മതമില്ല എന്നും മതപരമായ ചായ്വ് പാടില്ല എന്നും പ്രധാനമന്ത്രി തന്നെ പൂജാരിയായി മാറുന്ന ചടങ്ങിലേക്ക് ഞങ്ങൾ വരില്ല, ഞങ്ങൾ പങ്കെടുക്കില്ലെന്ന് ആദ്യം CPM പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയില്ല. 2 ആഴ്ച കഴിഞ്ഞ് പല അനാവശ്യ ചർച്ചകൾക്ക് ശേഷം അവസാനം അവരും ആ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് നിയമ പോരാട്ടം നടത്തി. അത് അവർ സ്വീകരിച്ചു. അവസാനം ഇപ്പോൾ BJP-ക്കെതിരെ പറയാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ബിൽക്കീസ് ബാനുവിന്റെ കേസ്, ഉയർന്നു വന്ന നിരവധി വിഷയം, പൗരത്വ ഭേദഗതി നിയമം, ഞങ്ങൾ അതിശക്തമായി RSSന്റെ അജണ്ടയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകടന പത്രികയിൽ പോലും അത് ഉൾപ്പെടുത്താൻ തയ്യാറാകാതെ കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനം, ഞാൻ രാത്രി പോയി ഉറങ്ങി പിറ്റേ ദിവസം നിലപാട് പറയാമെന്ന് പറഞ്ഞു പോയിട്ട് 15 ദിവസം കഴിഞ്ഞ് നിലപാട് പറയാത്ത സാഹചര്യം. ഇത്തരത്തിൽ വസ്തുതാപരമായ കാര്യങ്ങളാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്, CPM-ന്റെ നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പ്രസ്ഥാനത്തിന്റെ കൊടി എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിന്റെ ചങ്കാണ്. ആ കൊടി പോലും ഉയർത്തിപ്പിടിച്ചാൽ അത് BJP-ക്ക് ബുദ്ധിമുട്ടാകും, അവർ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് ലീഗിന്റെ കൊടി മാത്രമല്ല കോൺഗ്രസിന്റെ കൊടി പോലും ഉപയോഗിക്കേണ്ടതില്ല, ഒന്ന് കുനിയാൻ പറയുമ്പോഴേക്കും നിലത്ത് കിടന്ന് ഇഴയുന്ന സമീപനവുമായി കോൺഗ്രസ് അധംപതിച്ചു വരുന്ന ആ രാഷ്ട്രീയ സാഹചര്യമാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഏതെങ്കിലും ഒരു സാഹചര്യം തെറ്റാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ കോൺഗ്രസിന് കഴിയുമോ? പക്ഷെ തിരിച്ചു വരുന്ന ആരോപണം എന്താണ്? തിരിച്ചു വരുന്ന ആരോപണങ്ങൾ എല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ എത്ര നാളായി കേരളത്തിൽ നടത്തുന്ന അന്വേഷണം? 10 ഇൻസിഡന്റ് ഞാൻ പറയാം, ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ്, വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ്, ഖുറാന്റെ പേരിൽ സ്വർണം കടത്തി എന്ന കേസ്, ഈന്തപ്പഴത്തിന്റെ പേരിലുള്ള കേസ്, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ്, FSIO അന്വേഷണം, കിഫ്ബി, അതുപോലെ കരിവന്നൂര്, തൃശൂർ പാർട്ടി DC-യുടെ അക്കൗണ്ട് മരവിപ്പിച്ച 10 സംഭവം. ഇതിൽ ഏത് സംഭവമാണ് തെളിയിക്കാൻ കഴിഞ്ഞത്? അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യൽ, പത്രക്കാർക്ക് വാർത്ത ലീക്കേജ് ചെയ്ത് കൊടുക്കൽ, ദിവസങ്ങൾ ചർച്ച നടത്തൽ, ഇതെല്ലാം ഉണ്ട്. പക്ഷേ വസ്തുതാപരമായി തെളിവ് കണ്ടെത്താൻ ഏതെങ്കിലും കേസിൽ കഴിഞ്ഞോ? ഇതെല്ലാം സെറ്റിൽമെന്റ് ആണ്, അതുകൊണ്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ആണ് എന്ന ആരോപണം ഉന്നയിക്കുന്നതല്ലാതെ ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു ആരോപണം കഴിഞ്ഞ 7.5 വർഷമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി BJP-ക്കെതിരെ സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത്, ഓരോ മണ്ഡലത്തിലും കുറഞ്ഞതൊരു 10 പൊതുയോഗമെങ്കിലും ജില്ലയിൽ
സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും രാവിലെ പത്രസമ്മേളനമുണ്ട്. സംഘപരിവാറിന്റെ രാഷ്ട്രീയം, ഈ രാജ്യത്തെ തകർക്കുന്ന രാഷ്ട്രീയം, മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറലിസം തകർക്കുന്നതിനെതിരെ അതിശക്തമായി തന്നെയാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് സംഘപരിവാർ രാഷ്ട്രീയത്തിന് അനുകൂലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം, അതുപോലെ അവരോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന, കുനിയാൻ പറയുമ്പോഴേക്കും ഇഴയുന്ന പ്രവർത്തനം നടത്തുമ്പോൾ അതും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയം പറയുമ്പോൾ ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ എന്താണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം? അത് ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തോടെയുള്ള പ്രവർത്തനത്തെ ദേശീയ തലത്തിൽ ബാധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഞങ്ങൾക്കെതിരെ നടത്തുന്ന ഒരാരോപണവും തെളിയിക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം അത് ശരിയെന്ന് ബോധ്യപ്പെട്ട് പിന്നീട് തിരുത്തേണ്ടി വരുന്ന സാഹചര്യം കോൺഗ്രസിനുണ്ടായിട്ടുണ്ട്, ലീഗിനുണ്ടായിട്ടുണ്ട്, മറ്റു കക്ഷികൾക്കുണ്ടായിട്ടുണ്ട്. ജനങ്ങൾ ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്.